ഇനി കുറച്ച് ദിവസം നമുക്ക് കുറച്ച് വൈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്നത്തെ വൈ എന്താണെന്ന് ചോദിച്ചാൽ DK അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഉള്ള പേഷ്യൻറ്റിന് എന്തുകൊണ്ടാണ് കുസ്മോൾസ് ബ്രീത്തിങ് ഉണ്ടാകുന്നത്? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്, നോട്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് നോക്കാം. DK അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്താണെന്ന് ഞാൻ പറയാം. കുസ്മോൾസ് ബ്രീത്തിങ് അല്ലേ, റാപ്പിഡായിട്ടുള്ള ഡെപ്തിലുള്ള ലേബേർഡ് ബ്രീത്തിങ്, അതിനാണ് കുസ്മോൾസ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പം ഡയബറ്റിക് കീറ്റോസിഡോസിസ് നമുക്കറിയാം പ്രധാനമായിട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് അല്ലേ. അവിടെ എന്താ സംഭവം? ഇൻസുലിൻ തീരെ ഇല്ല. ഇൻസുലിൻ ഇല്ലാതെ വരുമ്പോൾ ഗ്ലൂക്കോസിന് സെല്ലുകളിലോട്ട് പോകാൻ പറ്റില്ല. ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, കാരണം ഗ്ലൂക്കോസാണ് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എനർജിയുടെ. അപ്പോൾ ഗ്ലൂക്കോസ് സെല്ലുകൾക്ക് കിട്ടാതാകുമ്പോൾ മറ്റ് സോഴ്സിൽ നിന്ന് പ്രധാനമായിട്ട് ഫാറ്റിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസും ATP അല്ലെങ്കിൽ എനർജിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫാറ്റൊക്കെ എക്സസ് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റായിട്ട് കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് ബ്ലഡിലോട്ട് എത്തുകയും കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്, കീറ്റോൺ എന്ന് പറഞ്ഞാൽ ആസിഡാണ്. ആസിഡിൻ്റെ അളവ് ബ്ലഡിൽ കൂടും, മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലങ്സും ബ്രെയിനിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റെം, അവിടെ റെസ്പിറേറ്ററി സെൻറ്റർ അതിൻ്റെ പരിപാടികൾ ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൈപ്പർ വെൻറ്റിലേഷൻ ഉണ്ടാക്കും. ഓക്കെ, ബ്രീത്തിൻ്റെ റേറ്റും ഡെപ്തും ഒക്കെ കൂട്ടും. അങ്ങനെ കൂട്ടുന്നുണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകും. കാർബൺ ഡയോക്സൈഡ് പുറത്തു പോയാൽ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇവിടുത്തെ പ്രശ്നം എന്താ? മെറ്റബോളിക് ആസിഡോസിസ് ആണ്, ആസിഡ് കൂടുന്നതാണ്. ആസിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലേ. കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് ചേർന്നിട്ടാണ് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ ബ്രീത്തിൻ്റെ എണ്ണം കൂടുന്നുണ്ട് പുറന്തള്ളപ്പെട്ടാൽ കാർബോണിക് ആസിഡ് കുറയും. ആസിഡ് കുറയുമ്പോൾ അല്ലേ pH കൂടും. ഇവിടെ pH കുറഞ്ഞിരിക്കുക, pH കൂടിയിട്ട് ഈ ആസിഡോസിസ് പരിഹരിക്കപ്പെടും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ മെറ്റബോളിക് ആസിഡോസിസ്, കീറ്റോൺ ബോഡീസ് കൂടിയിട്ടുള്ള മെറ്റബോളിക് ആസിഡോസിസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ബ്രീത്ത് കൂടുന്നു, ഡെപ്ത് കൂടുന്നു, ലേബേർഡ് ബ്രീത്തിങ് ഉണ്ടാകുന്നു. ഗുണം എന്താ വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് പുറത്തു പോയിട്ട് ആസിഡിൻ്റെ അളവ് കുറയും. ഇതിനു വേണ്ടിയിട്ടാണ് എന്തുണ്ടാകുന്നത്? ഡയബറ്റിക് കീറ്റോസിഡോസിസിൽ ലേബേർഡ് ബ്രീത്തിങ്, ഡെപ്ത് കൂടുന്ന, റേറ്റ് കൂടുന്ന കുസ്മോൾസ് ബ്രീത്തിങ് ഉണ്ടാകുന്നു. നഴ്സിംഗ് എക്സാംസിന് പ്രത്യേകിച്ച് DH, HAD, MOH, പ്രോമോട്രിക്, NCLEX, RN ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ അവൈലബിൾ ആണ്. ലൈവും റെക്കോർഡഡും കിട്ടും. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ പുതിയ ലൈവ് ക്ലാസ് സെപ്റ്റംബർ 9 സ്റ്റാർട്ട് ചെയ്യും.